ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു യുദ്ധം. ആ യുദ്ധത്തിന്റെ കാഹളം നമ്മുടെ തൊട്ടടുത്ത് മുഴങ്ങിക്കഴിഞ്ഞു. ഒരു കാലത്ത് താലിബാനെ പോറ്റി വളർത്തിയ പാകിസ്ഥാൻ ഇന്ന് അതേ താലിബാനെതിരെ ബോംബുകൾ വർഷിക്കുകയാണ്. കേൾക്കുമ്പോൾ വിരോധാഭാസം എന്ന് തോന്നാം, പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ ഔദ്യോഗികമായൊരു ഓപ്പൺ വാറിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലും കാണ്ഡഹാറിലും പാക് യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷമ നശിച്ചു, ഇനി നിങ്ങളുമായി യുദ്ധം മാത്രമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാന്റെ അഭിമാനമായ F-16 യുദ്ധവിമാനം തങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദവുമായി താലിബാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ഗസബ് ഉൽ ഹഖ് ലക്ഷ്യം കണ്ടു. താലിബാൻ പറയുന്നത് പോലെ 50-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് ആയുധം നൽകി സഹായിച്ചവർ ഇന്ന് പരസ്പരം പോരടിക്കുന്നത്? ഈ സംഘർഷം ദക്ഷിണേഷ്യയുടെ സമാധാനം തകർക്കുമോ, അതോ പാകിസ്ഥാൻ എന്ന രാജ്യം അവർ തന്നെ കുഴിച്ച കുഴിയിൽ വീണോ? പരിശോധിക്കാം. എങ്ങനെയാണ് ഈ ഒരു സംഘർഷം ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് കടന്നത്? എല്ലാം തുടങ്ങിയത് ഫെബ്രുവരി ആദ്യവാരത്തിൽ ഇസ്ലാമാബാദിലെ ഒരു മോസ്കിൽ, ഒരു പള്ളിയിൽ നടന്ന ഭീകരാക്രമണത്തോടെയാണ്. 30-ലധികം പേർ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാൻ മണ്ണിൽ ഒളിച്ചിരുന്ന ഭീകരരാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. തുടർന്ന് ഫെബ്രുവരി 22-ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക, നങ്കർഹാർ പ്രവിശ്യകളിൽ മിന്നലാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സിവിലിയന്മാർ കൊല്ലപ്പെട്ടതോടെ താലിബാൻ ഭരണകൂടം പ്രകോപിതരായി. ഇതിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദിന്റെ മുന്നറിയിപ്പ് വെറും വാക്കായിരുന്നില്ല എന്ന് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കയറി വ്യോമാക്രമണം നടത്തുകയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ: TTP, തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ. നമ്മൾ കേൾക്കുന്ന അഫ്ഗാൻ താലിബാനിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ TTP എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് ഇവരുടെ ഏക ലക്ഷ്യം. കഴിഞ്ഞ കുറേ മാസങ്ങളായി പാകിസ്ഥാനിലെ സുരക്ഷാ സേനയ്ക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഈ TTP ആണെന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ TTPക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം താവളം ഒരുക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഞങ്ങൾ വളർത്തിയ താലിബാൻ ഞങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു എന്ന ദയനീയ അവസ്ഥയിലാണ് ഇന്ന് പാകിസ്ഥാൻ ഉള്ളത്. ഇതിനെയാണ് ബ്ലോ ബാക്ക് എഫക്ട് എന്ന് വിശകലന വിദഗ്ധർ വിളിക്കുന്നത്. ഫെബ്രുവരി 26 വ്യാഴാഴ്ച രാത്രി താലിബാൻ അതിർത്തിയിൽ ഒരു വമ്പൻ സൈനിക നീക്കം നടത്തി. ഇതിനെ അവർ വിളിച്ചത് റിറ്റാലിയേറ്ററി ഓപ്പറേഷൻ എന്നാണ്. താലിബാൻ അവകാശപ്പെടുന്നത് പ്രകാരം ഏകദേശം 17 പാക് സൈനിക പോസ്റ്റുകൾ അവർ പിടിച്ചെടുത്തു. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ പോരാട്ടത്തിൽ 55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും ചിലരുടെ മൃതദേഹങ്ങൾ തങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ചില പാക് സൈനികരെ ഞങ്ങൾ ജീവനോടെ പിടികൂടിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇത് പൂർണ്ണമായും നിഷേധിച്ചു. വെറും 2 സൈനികരെ മാത്രമേ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇസ്ലാമാബാദിന്റെ വാദം. ആര് പറയുന്നതാണ് സത്യമെന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററിയായി തന്നെ തുടരുകയാണ്. താലിബാന്റെ ഈ നീക്കത്തിന് പാകിസ്ഥാൻ നൽകിയ മറുപടി അങ്ങേയറ്റം മാരകമായിരുന്നു. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച പുലർച്ചെ പാക് വ്യോമസേന കാബൂളിലെയും കാണ്ഡഹാറിലെയും താലിബാൻ മിലിറ്ററി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത ബോംബിംഗ് നടത്തി. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ അതാവുല്ല തറാർ പറയുന്നത് ഈ ആക്രമണത്തിൽ 133 താലിബാൻ പോരാളികളെ കൊലപ്പെടുത്തിയെന്നാണ്. കാബൂൾ നഗരത്തിൽ ഇന്ന് പുലർച്ചെ 2:30-ന് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന 2 രാജ്യങ്ങൾ ഇന്ന് പരസ്പരം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല, ഇതൊരു പൂർണ്ണ യുദ്ധം തന്നെയാണ്. സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാന കാരണം ദുരന്ത് ലൈനാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണിത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വരച്ച ഈ അതിർത്തി അഫ്ഗാനിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പഷ്തൂൺ വംശജരെ 2ആയി വിഭജിക്കുന്ന ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ വേലികെട്ടാൻ തുടങ്ങിയതോടെ താലിബാൻ പ്രകോപിതരായി. ഞങ്ങളുടെ മണ്ണിൽ വേലികെട്ടാൻ നിങ്ങൾ ആര് എന്നാണ് താലിബാന്റെ ചോദ്യം. പലപ്പോഴും അതിർത്തിയിൽ പാക് സൈനികരും താലിബാൻ പോരാളികളും തമ്മിൽ നേരിട്ടുള്ള വെടിവെപ്പുകൾ നടക്കുന്നു. ശരിക്കും ഇത് കേവലം ഒരു ഭീകരവാദ പ്രശ്നമല്ല, മറിച്ച് 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പണപ്പെരുപ്പവും കടക്കെണിയും കൊണ്ട് പൊറുതിമുട്ടുന്ന പാകിസ്ഥാന് ഒരു യുദ്ധം താങ്ങാനുള്ള കരുത്തുണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും അഫ്ഗാനിസ്ഥാനെതിരെ നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ തന്ത്രം. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഒരു വിദേശ ശത്രുവിനെ കണ്ടെത്തുക എന്നത് പാകിസ്ഥാന്റെ വളരെ പഴയ തന്ത്രമാണ്. എന്നാൽ ഇത്തവണ അത് അല്പം കടന്നുപോയി എന്ന് പറയണം. അഫ്ഗാൻ മണ്ണിൽ കയറി പാക് വിമാനങ്ങൾ ബോംബിട്ടതോടെ താലിബാൻ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് അഫ്ഗാൻ അതിർത്തി ഒരു യുദ്ധക്കളമായി. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയെ പിടിച്ചുകുലുക്കിയ ആ വീഡിയോ വരുന്നത്. പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 വിമാനം താലിബാൻ വെടിവെച്ചിട്ടു എന്നായിരുന്നു വാർത്ത.
വിമാനത്തിന്റെ ചിറകിൽ പാകിസ്ഥാൻ പതാകയും 85510 എന്ന സീരിയൽ നമ്പറും വ്യക്തമായി കാണുന്ന അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ താലിബാൻ അനുകൂല ഹാൻഡിലുകൾ പങ്കുവച്ചു. എന്നാൽ അന്താരാഷ്ട്ര ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്നത് ഈ വീഡിയോ വ്യാജമാകാനാണ് സാധ്യത എന്നാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ അത് F-16 വലുപ്പമായി യോജിക്കുന്നില്ല എന്നും ഇതൊരു പഴയ വീഡിയോ ആകാനാണ് സാധ്യത എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇതുവരെ ഒരു വിമാനവും തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും താലിബാൻ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് പാക് സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ വാർഫെയർ കൂടിയാണ്. ഈ യുദ്ധം ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. റഷ്യയും ഇറാനും ഇതിനോടകം തന്നെ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഈ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് മേഖലയിലെ സമാധാനം പൂർണ്ണമായും തകർക്കും. ഇവിടെ പ്രധാനി ചൈനയാണ്. പാകിസ്ഥാനിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്കും, അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പോലുള്ളവയ്ക്കും ചൈനീസ് പൗരന്മാർക്കും നേരെ TTP ആക്രമണം നടത്തുന്നുണ്ട്. ഇത് ചൈനയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. TTP അടിച്ചമർത്താൻ ചൈന പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയും ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയെങ്കിലും അവിടുത്തെ ഭീകരവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനെ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമായേക്കാം. പണ്ട് അമേരിക്കയെ ചതിച്ച് താലിബാനെ സഹായിച്ച പാകിസ്ഥാനോട് അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ സഹതാപം ഒന്നുമില്ല എന്നതാണ് വാസ്തവം. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കുരുങ്ങിക്കിടക്കുന്നത് ഇന്ത്യക്ക് സൈനികപരമായി ചെറിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം പാക് സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അഫ്ഗാനിലേക്കും TTPയിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. എങ്കിലും അഫ്ഗാനിസ്ഥാനിലെ അസ്ഥിരത മേഖലയിൽ ISIS-K പോലുള്ള ഗ്രൂപ്പുകൾക്ക് വളരാൻ അവസരം നൽകുമോ എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഡ്യൂറന്റ് ലൈനിലെ പല അതിർത്തി പോസ്റ്റുകളും ഇപ്പോഴും പുകയുകയാണ്. പാകിസ്ഥാൻ തങ്ങളുടെ എല്ലാ വ്യോമസേനാ താവളങ്ങളും ഹൈ അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. താലിബാനും പിന്മാറാൻ തയ്യാറല്ല. ഞങ്ങൾ ലോകശക്തികളെ തോൽപ്പിച്ചവരാണ്. പാകിസ്ഥാൻ ഞങ്ങൾക്കൊരു വെല്ലുവിളിയല്ല എന്നാണ് താലിബാൻ കമാൻഡർമാർ പറയുന്നത്. ഖത്തറും സൗദി അറേബ്യയും നടത്തിയ സമാധാന ശ്രമങ്ങളെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ട മട്ടാണ്. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വേണം പറയാൻ. അഫ്ഗാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയാൽ പാകിസ്ഥാന്റെ തകർച്ച പൂർണ്ണമാകും. എന്നാൽ ആക്രമണം നിർത്തിയാൽ TTP പാകിസ്ഥാനെ വിഴുങ്ങുകയും ചെയ്യും. ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഭീകരവാദത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച പാകിസ്ഥാന് ഇന്ന് അതേ ആയുധം കൊണ്ട് മുറിവേൽക്കുകയാണ്. ഈ യുദ്ധം പാകിസ്ഥാന്റെ ഭൂപടം മാറ്റി വരയ്ക്കുമോ അതോ താലിബാൻ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുമോ? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും. വിതച്ചതേ കൊയ്യൂ എന്ന പഴഞ്ചൊല്ല് പാകിസ്ഥാന്റെ കാര്യത്തിൽ അനർത്ഥമായിരിക്കുന്നു. അത്രയുള്ള കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.